ഈ ഒരു പുഴ നമുക്കിനി ഒരിക്കലും മറക്കാൻ പറ്റില്ല. കണ്ണൂർ കക്കാട് പുഴ. ഉപ്പയെ തോൽപ്പിച്ച് മരണത്തിന് കീഴടങ്ങിയ മുഹമ്മദ് നാഷിദ് എന്ന 8 വയസ്സുകാരൻ ഈ ഒരു പുഴയിലാണ് വീണ് മരണപ്പെട്ടു പോയത്. ഒരുപാട് പ്രാവശ്യം ഉപ്പ പറഞ്ഞു, മോനെ ഇവിടുന്ന് കളിക്കല്ലേ. 2ഉം 3ഉം പ്രാവശ്യം ഉപ്പ അവിടെ കണ്ടു പറഞ്ഞു, മോനെ ഇവിടുന്ന് കളിക്കല്ലേ, വീട്ടിൽ പോടാ. ആ മോൻ അതൊന്നും കേൾക്കാതെ വീണ്ടും വീണ്ടും അവിടെ തന്നെ വന്ന് കളിച്ചു. പടച്ചറബ് ചിലപ്പോൾ അവൻ്റെ മരണം ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഏറെ നേരം കഴിഞ്ഞ് ഉപ്പ ഇതുവഴി തിരിച്ചു വന്നപ്പോൾ കണ്ടത് ആ മോൻ്റെ സൈക്കിൾ മാത്രമായിരുന്നു. അപ്പോൾ സംഭവത്തിൻ്റെ തുടക്കം ഇങ്ങനെയായിരുന്നു. സ്കൂളിൽ എല്ലാത്തിനും മിടുക്കനായിരുന്നു, പക്ഷേ നീന്തൽ അറിയില്ലായിരുന്നു. അവിടെയാണ് മോന് പരാജയപ്പെട്ടു പോയത്. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ നാടിനെയാണ് ഇന്നലെ കണ്ണീരിലാഴ്ത്തിയത് നാഷിദ് എന്ന പൊന്നുമോൻ. ഒരു 8 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. കുനിയലപ്പീടിയ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത്. ഇത് കണ്ടില്ലേ, ഇത് കക്കാടുമായി ബന്ധപ്പെട്ട പുഴയാണ്. ഇതിനടുത്ത് തന്നെയാണ് അമൃതാനന്ദ മയ്യന്നാന സ്കൂൾ. ഈ സ്കൂളിനരികിലായി കക്കാട് പുഴയുമായി ബന്ധപ്പെടുന്ന ഒരു പുഴയാണ്. ഇതാണ് ആ റോഡ്. ഇവിടെ പെട്ടെന്ന് ചെറിയൊരു മഴ പെയ്താൽ ഇവിടെ പെട്ടെന്ന് വെള്ളം കയറും. എന്നാൽ ഈ റോഡ് പണിതത് തന്നെ വയലിലാണ്. സ്കൂൾ നിൽക്കുന്നതും വയലിൽ തന്നെയാണ്. കുട്ടികൾ കൂട്ടുകാരുമൊത്ത് ഇവിടെ ഈ ഒരു പുഴയിൽ, ഞാൻ കാണിച്ചുതരാം, ഈ ഒരു പുഴയിൽ മീൻ പിടിക്കാൻ വന്നതാണെന്നും പറയുന്നത്. ഇവിടെ ആ കുട്ടി, എനിക്ക് തോന്നുന്നു ഇവിടെ ആ കുട്ടി മീൻ പിടിക്കുന്നതോ അല്ലെങ്കിൽ ഇരുന്നിട്ടോ ഉണ്ടായിരിക്കാം. ചിലർ തുള്ളിയതാണെന്ന് പറയുന്നത്, ചിലർ വീണു പോയതാണെന്നും പറയും. അപ്പോൾ വീണപ്പോൾ തന്നെ കൂടെയുള്ള കുട്ടികൾ അത് വീട്ടിൽ അറിയിച്ചിരുന്നെങ്കിൽ ആ കുട്ടി രക്ഷപ്പെട്ടേനെ. പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പടച്ച റബ്ബിൻ്റെ വിധിയെ നമുക്ക് മാറ്റിമറിക്കാൻ ഒരിക്കലും പറ്റില്ല. ഈ ഒരു പുഴയിൽ അവിടെ നിന്നാണ് ആ മോനെ കിട്ടിയത്, നാഷിദ് എന്ന പൊന്നുമോനെ കിട്ടിയത്. ഇവിടെ ചുറ്റും ആളുകളായിരുന്നു. ഈ ചുറ്റും കൂടിയവരൊക്കെ ആ മോനെ കിട്ടിയതും കൂട്ടക്കരച്ചിലായിരുന്നു. കുഞ്ഞിൻ്റെ ഉപ്പ ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ആംബുലൻസ് ഉണ്ടായിരുന്നു. ആ കുഞ്ഞിൻ്റെ ഉപ്പയുടെ മുഖത്ത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ചിരിക്കുകയാണോ കരയാണോ, അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു ആ ഒരു മനുഷ്യൻ്റെ മുഖത്ത് ഞാൻ കണ്ടത്. നെഞ്ചത്ത് കൈവെക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മോനെ കിട്ടിയില്ലേ, എല്ലാവരും പോയി കാണടാ എന്നാണ് ആ ഉപ്പ ആർപ്പ് വിളിയോടെ വിളിച്ചു പറഞ്ഞത്. ആ ഒരു സമയം ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു സമയം എൻ്റെ മനസ്സ് തകർന്നു പോയിരുന്നു. 3 മണിയോടെയാണ് ഈ കുട്ടി ഈ വെള്ളത്തിലേക്ക് വീണു പോകുന്നത്. 4 മണിക്കാണ് ആളുകളൊക്കെ അറിയുന്നത് ഈ കുട്ടി ഇങ്ങനെ ഈ വെള്ളത്തിൽ വീണിട്ടുണ്ടെന്ന്. അതിനുശേഷമാണ് ഇവിടെയുള്ള ചെറുപ്പക്കാർ, നല്ലവരായ ചെറുപ്പക്കാർ വെള്ളത്തിൽ ചാടി മണിക്കൂറുകളോളം ഉള്ള ആ ഒരു പരിശ്രമത്തിൽ ആ കുഞ്ഞിനെ കിട്ടിയതും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ചെറിയൊരു ജീവൻ്റെ തുടിപ്പുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഉടനെ ധനലക്ഷ്മി ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. പരമാവധി ശ്രമിച്ചിരുന്നു. പടച്ച റബ്ബിലേക്ക് മടങ്ങുകയായിരുന്നു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും പടച്ച റബ്ബ് കൊടുക്കട്ടെ. ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാ മക്കളെയും പടച്ച റബ്ബ് കാക്കട്ടെ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ പടച്ച റബ്ബ് വിളിക്കാതിരിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യുക, എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഒരു പുഴ ഇനി ഒരിക്കലും മറക്കാൻ പറ്റില്ല. നാഷിദിൻ്റെ ഓർമ്മകൾ ഈ പുഴക്കരയിൽ ഇങ്ങനെ ഒഴുകി നടക്കും.